സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത വീഡിയോയിൽ സൗഹൃദ മത്സരങ്ങൾ എന്താണെന്ന് അത് എങ്ങനെ ചെയ്യാമെന്നാണ് അന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത്. സൗഹൃദ മത്സരങ്ങളെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. സ്കൂളുകളിൽ പരീക്ഷ നടത്തുന്നത് നമ്മൾ അറിയുന്നുള്ളൂ. കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ വാങ്ങുന്നതനുസരിച്ച് അവർക്ക് A+, അല്ലെങ്കിൽ 2A+, അല്ലെങ്കിൽ 8A+, അങ്ങനെ പറയും. അതുപോലെ അതിന് സമാനമാണ്, പക്ഷെ അതല്ല. ഉൽപാദന വിതരണ മേഖലകളിൽ സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം. അങ്ങനെ സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഒരു സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ഘടകം സൗഹൃദ മത്സരങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ്. ഉൽപാദന ഗുണനിലവാരങ്ങളുടെ കാര്യത്തിൽ സൗഹൃദ മത്സരങ്ങളിലൂടെ സമ്പദ് വ്യവസ്ഥയെ അടിക്കടി വളർത്താൻ കഴിയും. ആ ഒരു തന്ത്രം, ആ ഒരു മാർഗം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ആരും സ്വീകരിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് പൊതുമേഖലാ വ്യവസായങ്ങൾ, മറുഭാഗത്ത് സ്വകാര്യ സംരംഭങ്ങൾ. ആ സ്വകാര്യ സംരംഭങ്ങൾ മിക്കതും തന്നെ കോർപ്പറേറ്റ് സംരംഭങ്ങൾ ഒന്നുകൂടി വളരെ മന്ദഗതിയിലായി നാമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഫലത്തിൽ ഉൽപാദന മേഖല കടുത്ത മാന്ദ്യത്തിലാണ് ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്. കാരണം തൊഴിലാളി വർഗ സർവാധിപത്യം എന്നൊരു മുദ്രാവാക്യവും അതിന്റെ പ്രയോഗവൽക്കരണവും ഏറ്റവും കൂടുതൽ നടന്നത് ബംഗാളിൽ കഴിഞ്ഞാൽ കേരളത്തിലാണ്. അതിന്റെ മാന്ദ്യവും ക്ഷീണവും നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ട്. ആ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് മുമ്പോട്ട് പോയാൽ വി.ഡി. സതീശൻ എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പോലും വളർച്ചയുണ്ടാവില്ല, മുമ്പോട്ട് നീങ്ങാനാവില്ല. നമ്മുടെ ഒരു മാന്ദ്യത്തിന്റെ പിടിയിലാണ് കേരളവും ഇന്ത്യയും മൊത്തത്തിൽ. ആ മാന്ദ്യത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അത് നമുക്ക് കേരളത്തിൽ നിന്നാണെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്നത് കൃഷിയിൽ നിന്ന് തുടങ്ങണം. കേരളം ഏറ്റവും കൂടുതൽ കാർഷിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനമാണ്. കൃഷി ചെയ്യാൻ ആളുകളില്ല, അവർക്ക് കൃഷി ചെയ്യാൻ താല്പര്യങ്ങളില്ല, കൃഷി ചെയ്താൽ നഷ്ടമാണ്, ലേബർ ചാർജ് കൂടുതലാണ്, വിപണന സാധ്യതയും കുറവാണ്. ഈ ഒരു പരിസ്ഥിതി എങ്ങനെ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താം? ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന വിഷയം. നമുക്ക് സാധ്യമാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എനിക്ക് സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ 5 വർഷം കൊണ്ട് കേരളത്തിന്റെ കാർഷിക പ്രതിസന്ധികൾ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും. അത് എങ്ങനെയാണെന്നുള്ളത് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കേരളത്തിൽ വേണ്ട 80ഓളം കൃഷി വികസനത്തിനുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. ഇവർക്കൊന്നും കൃഷിക്കാരുമായിട്ടോ കൃഷിക്കാരുടെ ഉൽപാദന നിലവാരവുമായിട്ടോ അത് അളക്കുന്നതിനെ പറ്റിയോ യാതൊരുവിധ ബന്ധങ്ങളുമില്ല, പരിഗണനകളുമില്ല. നമ്മൾ വഴിപാട് പോലെ സബ്സിഡി കൊടുക്കുക, സൗജന്യങ്ങൾ കൊടുക്കുക, അതിന്റെ കണക്കെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഓഡിറ്റാണ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നത്. ഉൽപാദന നിലവാരം എത്ര വർദ്ധിച്ചു, അതിന്റെ ഗുണനിലവാരം എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, അത് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ഇതിനെപ്പറ്റി കണക്കെടുപ്പ് നമ്മുടെ കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. മൊത്തം ഒരു കൊട്ടത്താപ്പ് കണക്കാണ്. ഈ ഭീമമായ ഈ 80ഓളം വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന 100 കോടിക്കണക്കിന് രൂപ കൊണ്ട് യഥാർത്ഥത്തിൽ കൃഷിക്കാർക്ക് എന്താണ് പ്രയോജനം ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പ്രയോജനം ഇല്ല. ഈ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഇതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് കർഷകരെ ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിക്കണം. ഒരു പ്രദേശത്തിനുള്ളിലുള്ള അകത്ത് വരുന്ന മുഴുവൻ കൃഷിക്കാരും ഈ ഗ്രൂപ്പിൽ നിർബന്ധമായി അംഗമായി ചേരണം. അങ്ങനെ അവര് ആ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലേക്ക് കൃഷി നീക്കണം. ഗ്രൂപ്പിന്റെ നിയന്ത്രണം എങ്ങനെ? ഒന്നിച്ചുള്ള കൃഷിയല്ല, അവരവരുടെ കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണം, ആ കൃഷിസ്ഥലത്തിന്റെ ചെരിവ്, ആ കൃഷിസ്ഥലത്തുള്ള ഇപ്പോൾ ഉള്ള കൃഷികൾ എന്തൊക്കെയാണെന്ന്, അതിൽ ഓരോ വർഷം കിട്ടുന്ന വാർഷിക ആദായം എന്തൊക്കെയാണ്, അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എത്രമാത്രം തൂക്കമാണ്, എത്ര അളവിലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. അടുത്ത വർഷം മുതൽ നമ്മൾ വളരെ വിജയകരമായ കൃഷി നടത്താൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കർഷകർക്ക് ഈ കർഷക ഗ്രൂപ്പുകളിലൂടെ നൽകുകയും അത്തരത്തിലൊരു കൃഷി രീതികളിലേക്ക് അവർ മാറുകയും അടുത്ത വർഷത്തെ വിളവെടുപ്പ് വരുമ്പോൾ ഇതിൽ എത്രമാത്രം വർധന ഉണ്ടായെന്ന് പരിശോധിക്കുകയും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ ചുറഞ്ഞൊരു 50, 60, 70 കാർഷിക ഗ്രൂപ്പുകളുണ്ടാവും.
ഞാൻ ഇതിനെ കർഷക റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ആ കർഷക റിപ്പബ്ലിക്കുകളുടെ നിയന്ത്രണത്തിലായിരിക്കുന്ന കൃഷിയും അതിന്റെ വിളവെടുപ്പും അതിന്റെ മൂല്യ പരിശോധനയും. ഏത് കർഷകനായാലും ഈ ഗ്രൂപ്പിൽ അംഗമാകാത്ത ഒരാളും കൃഷിക്കാരനായിട്ട് അംഗീകരിക്കാൻ പാടില്ല. ആ കൃഷിക്കാരൻ, ഓരോ കൃഷിക്കാരനും അതാത് വർഷം ചെയ്യുന്ന കൃഷികളുടെ ഓരോ ജോലികളും അത് രേഖപ്പെടുത്തണം. അതിൽ ചെയ്ത വളപ്രയോഗങ്ങളെ പറ്റി കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടാകണം. അതിൽ കിട്ടുന്ന വിളവിനെ പറ്റി കൃത്യമായ റെക്കോർഡുകൾ ഉണ്ടാകണം. ആ വിളവിന്റെ അളവോ തൂക്കമോ കൃത്യമായി രേഖപ്പെടണം. ഈ ഓരോ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിളവിന്റെ അല്ലെങ്കിൽ ഉത്പാദന ലഭ്യതയുടെ അതിന്റെ ഗുണനിലവാരത്തിന്റെ അളവും തൂക്കവും കൃത്യമായി രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തപ്പെടണം. അങ്ങനെ ഒരു ഗ്രൂപ്പിനകത്ത് 50 കൃഷിക്കാരെന്ന് വിചാരിക്കുക. 50 കൃഷിക്കാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്പാദന നിലവാരം കൈവരിച്ച കർഷകന് അല്ലെങ്കിൽ ആദ്യത്തിൽ 5 സ്ഥാനക്കാർക്ക് നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു ലക്ഷം മുതലോ 5 ലക്ഷം മുതലോ 2 ലക്ഷം മുതലോ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു വിചാരിക്കാം. പരസ്യമായി പ്രഖ്യാപിക്കണം, കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ. അത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ട്രൈബ്, ജാതി, കത്തോലിക്കൻ, മുസ്ലിം, ഈ വേർതിരിവൊന്നും പാടില്ല. ഉൽപാദന ഗുണനിലവാരങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഏത് കൃഷിക്കാരാണോ അവർ വലിയ പാരിതോഷികം കൊടുക്കണം. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിന് 50-70 ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അത്രയും ഗ്രൂപ്പുകളിനകത്ത് മത്സരങ്ങൾ ആരംഭിക്കാം, സൗഹൃദ മത്സരങ്ങൾ ആരംഭിക്കാം. അത് ഇവിടെ മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിൽ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു, അടുത്ത 2 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ കാർഷിക ഉൽപാദന ഗുണനിലവാരങ്ങളുടെ ഗ്രാഫ് കുറഞ്ഞ 50% വർദ്ധിക്കും. 2 വർഷം കൊണ്ട്. അടുത്ത 2 വർഷം കൂടി ഇത് മുമ്പോട്ട് പോയാൽ നമ്മൾ 100% ഉൽപാദന നിലവാരത്തിലേക്ക്, ഗുണനിലവാരത്തിലേക്ക് നമ്മുടെ കാർഷിക പ്രവർത്തനങ്ങൾ മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ സൗഹൃദ മത്സരങ്ങളുടെ ഒരൊറ്റ മാർഗം മതി, വേറെ ഒന്നും വേണ്ട. സൗഹൃദ മത്സരങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ കേരളത്തിന്റെ കാർഷിക പ്രതിസന്ധിയുടെ ഏതാണ്ട് 50% പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിന്റെ തടസ്സങ്ങളും പരിഹരിക്കപ്പെടും. പിന്നെ മറ്റൊന്നുള്ളത് വന്യമൃഗശല്യം തുടങ്ങിയ കാര്യങ്ങളാണ്. അതിന് വേറെ മാർഗങ്ങളുണ്ട്. രണ്ടാമത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി, വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു കൃഷി വകുപ്പും വേണ്ട ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. നമ്മുടെ മണ്ണിന്റെ പോഷക ദാരിദ്ര്യവും കൃഷികൾക്കും നമുക്കും ഉണ്ടാകാറുള്ള മാരക രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ മുമ്പോട്ട് കാര്യങ്ങൾ നീക്കാൻ. പക്ഷേ നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അവരെ സംബന്ധിച്ചോളം പോപ്പുലാരിറ്റി കിട്ടണം, കൂടുതൽ വോട്ട് കിട്ടണം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി 5-10 വർഷം മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താനോ ശക്തിപ്പെടുത്താനോ ഉള്ള ദീർഘകാല പദ്ധതികൾ, ആലോചനകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തില്ല, അധികാരത്തിലെത്തുന്നവരുടെ പാർട്ടികൾക്കകത്തില്ല, ജനങ്ങളുടെ ഭാഗത്തില്ല, കർഷകരുടെ ഭാഗത്തുനിന്നില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നില്ല. ഇത് മാറി നമ്മൾ ഇത്തരത്തിൽ ഉൽപാദന ഗുണനിലവാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഈ സൗഹൃദ മത്സരങ്ങൾ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ മാത്രമേ കേരളത്തിന്റെ കാർഷിക പ്രതിസന്ധി പരിഹരിക്കാനാവുള്ളൂ. ഇത് കാർഷിക പ്രതിസന്ധി ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ടൂറിസം രംഗത്ത്, IT വ്യവസായ രംഗത്ത് കേരളത്തിനെ പ്രോത്സാഹിപ്പിക്കാവുന്ന 4 മേഖലകളെ ഞാൻ പറഞ്ഞത്. 1 കൃഷി, 2 ആരോഗ്യം, 3 വിദ്യാഭ്യാസം, 4 ടൂറിസം, 5 IT മേഖല. ഈ 5 മേഖലകളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഉൽപാദന ഗുണനിലവാരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ബോധപൂർവമായ ആസൂത്രണ പദ്ധതികൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കേരളം കടക്കണിയിൽ നിന്ന് കിടക്കണിയിലേക്ക് മാറും. സാമ്പത്തിക വളർച്ച കുത്തനെ താഴോട്ട് പോകും. വലിയ സാമ്പത്തിക അരാജകാവസ്ഥയിലേക്ക് കേരളം മാറാൻ പോവുകയാണ്. ഇത് പരിഹരിക്കാൻ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, സൗഹൃദ മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഒറ്റ മാർഗം മാത്രമേ. ഞാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് നമ്പർ, നിങ്ങളുടെ പേരും സ്ഥലവും ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 9444779340. നമുക്ക് കേരളം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഇതൊരു സ്വദേശപരമായ ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ആത്മാർത്ഥതയോടെ ആരംഭിച്ചൊരു യൂട്യൂബ് ചാനലാണ്. സംസ്ഥാനത്തിന്റെ മാത്രമല്ല, ഇന്ത്യയിൽ ഞങ്ങളുടെ
യൂട്യൂബ് ചാനലിന്റെ പേര് തന്നെ ഡിവൈൻ പൊളിറ്റിക്സ് ഫോർ ന്യൂ ഇന്ത്യ എന്നാണ്. ഒരു പുതിയ ഇന്ത്യയെ സ്വപ്നം കാണുന്നവരുടെ എല്ലാ പിന്തുണകളും സഹകരണവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ടോക്ക് ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ സംശയ നിവാരണത്തിനും ഒരു മാർഗം, ഇത് മുഴുവൻ വീഡിയോയോട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹമുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ഞങ്ങൾക്ക് അവരുടെ പേരും അവരുടെ സ്ഥലവും ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9447779340. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. നന്ദി, നമസ്കാരം.